ഭക്ഷ്യവിഷബാധയേറ്റ് ഒരു മരണം സംഭവിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് ആണ് ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിച്ചത്. പെരിഞ്ഞനം സ്വദേശി നുസൈബയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനത്തെ സെയിൽ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച നുസൈബ ഉൾപ്പെടെ 85 പേർ ചികിത്സ തേടിയെന്ന്. തുടർന്ന് ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചിരുന്നു. MS ലിഷോ വിവരങ്ങളുമായി ചേരുന്നു. ലിഷോയെ 85ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. എന്താണ് അറിയാൻ കഴിയുന്നത്? വിവരങ്ങൾ. ഭക്ഷ്യവിഷബാധ ഏറ്റ ആളുകളിൽ ഒരാളാണ് നുസൈബ. അതായത് ഇവിടെ നിന്നും കുഴിമന്തി വാങ്ങിയതാണ് നുസൈബയുടെ കുടുംബം. അതിൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇന്നലെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. നുസൈബയ്ക്കും നുസൈബയുടെ കുടുംബത്തിലെ 3 പേർക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. തുടർന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പക്ഷേ നുസൈബയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണെന്ന് കണ്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വിദഗ്ധ ചികിത്സയ്ക്കായി ഇരിങ്ങാലക്കുടയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതിനുശേഷം പക്ഷേ ഇവർ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോയി. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് നുസൈബ മരണപ്പെട്ടത്. ഈ ഭക്ഷ്യവിഷബാധ തന്നെയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കാരണം ഭക്ഷണം കഴിച്ച 85ഓളം പേർക്ക് അവിടെ നിന്നും സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 85ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തി. കൂടുതൽ ആളുകൾക്കും ഈ പാഴ്സൽ കൊണ്ടുപോയവർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത്. പക്ഷേ പാഴ്സൽ കൊണ്ടുപോയവർക്ക് മാത്രമല്ല, പിന്നീട് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചവർക്കും ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കുകയാണല്ലോ മരണം സംഭവിച്ചത്. മറ്റാരെങ്കിലും ഈ രീതിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ടോ? ഈ നുസൈബയുടെ ബന്ധുക്കളോടത്തോ മറ്റോ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരുൾപ്പെടെ എന്താണ് പറയുന്നത്? നുസൈബയുടെ ബന്ധുക്കൾ ചികിത്സയിലാണ്. അവർ പക്ഷേ ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളില്ല. പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ തന്നെയാണ് അവർ ചികിത്സ തേടിയത്. മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സാധ്യത വന്നിട്ടില്ല. നുസൈബയ്ക്ക് മാത്രമാണ് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. മയണൈസ് കഴിച്ചതിൽ നിന്നായിരിക്കാം ഇത്തരത്തിൽ ഈ മരണം സംഭവിച്ച, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യത എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. പക്ഷേ ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളും മറ്റുമെല്ലാം തന്നെ ഉണ്ടാകും. ഹോട്ടൽ നിലവിൽ അടപ്പിച്ചിരിക്കുകയാണ്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.